സിറിയയിലെ മുസ്ലിം പള്ളിയിൽ സുന്നി ഭീകരാക്രമണം. ഹോംസ് നഗരത്തിലെ പള്ളിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു, 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സുന്നി ഭീകര സംഘടന ശരിയ അൻസാർ അൽ സുന്ന എന്ന ഭീകര സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഭീകരാക്രമണം ഭീരുത്വം നിറഞ്ഞ നടപടിയെന്ന് സിറിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയും വിവിധ രാഷ്ട്രങ്ങളും ആക്രമണത്തെ അപലപിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്താണ് ഹോംസ് നഗരത്തിൽ സംഭവിച്ചത്? അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരിയ അൻസാർ അൽ സുന്ന എന്ന് പറയുന്ന ഭീകര സുന്നി സംഘടനയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ അവർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത വിവിധ വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലി ഇബിൻ അബി താലിബ് പള്ളിയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഹോംസ് നഗരത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു, 20ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സുന്നി ഭീകര സംഘടന ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് വലിയ അഭിമാനത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അലവൈറ്റ് വിഭാഗം നമുക്കറിയാവുന്നതാണ്. പല ഗോത്ര വിഭാഗങ്ങളുണ്ട് സിറിയയിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അലവൈറ്റ് വിഭാഗം. അലവൈറ്റ് വിഭാഗത്തിന്റെ പള്ളിയിലാണ് ആക്രമണം നടന്നത് എന്ന് വളരെ കൃത്യമായ നിരീക്ഷണവും പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്തലും പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ലോകരാഷ്ട്രങ്ങളിലെ വിവിധ ലോകരാഷ്ട്രങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ആക്രമണം ഒരു ഭീരുത്വം നിറഞ്ഞ നടപടിയെന്നും പ്രഖ്യാപിച്ചതിന് പുറമെ തന്നെ സിറിയയും ഇക്കാര്യത്തെ ശക്തമായി അപലപിക്കുകയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിന്നും അതിശക്തമായ എതിർപ്പാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, സിറിയയിലെ IS കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അമേരിക്കൻ സൈനികർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 2 സൈനികരും ഒരു ട്രാൻസ്ലേറ്ററും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മധ്യ സിറിയയിൽ ഇത്തരത്തിലൊരു ആക്രമണം IS-നെതിരെ നടന്നത്. IS-നെതിരെ ആക്രമണം നടത്തി അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നൈജീരിയയിലും സമാന രീതിയിലുള്ള നീക്കം അമേരിക്ക നടത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നതും ഏറെ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സുന്നി ഭീകര സംഘടനകൾ ഇത്തരത്തിൽ ആ മേഖലകളിൽ IS-ന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടിയാണ് ഈ ആക്രമണത്തിലൂടെ പുറത്തുവരികയും ചെയ്യുന്നത്. അശ്വതി.